വിശക്കുമ്പം ഒരുപാട് വിശക്കുമ്പോൾ കുഴിമന്തി കഴിക്കാനൊക്കെ ആളുകൾ പോവാറുണ്ട്. ഹോട്ടലിലാണ് സാധാരണ കുഴിമന്തി കിട്ടാറുള്ളത്. സ്കൂളിൽ പോയി കുഴിമന്തി കഴിച്ചാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയോ? കാസർഗോഡ് കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് പോയാൽ ചിലപ്പോൾ കുഴിമന്തി കിട്ടാൻ സാധ്യതയുണ്ട്. സ്കൂളിൽ ഉച്ചയ്ക്ക് കുഴിമന്തി വിളമ്പുകയാണ് കാസർഗോഡ് കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂളിലെ രുചി വൈവിധ്യം അടിപൊളിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അവിടുത്തെ കുരുന്നുകളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. കായികമേളയോടനുബന്ധിച്ചാണ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ന്യൂജൻ വിഭവം ഒരുക്കിയത്. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അടുക്കളയിൽ പതിവില്ലാത്ത വിധം പുലർച്ചെ മുതൽ തുടങ്ങി ഒരുക്കങ്ങൾ. രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുമെല്ലാം അരിഞ്ഞെടുത്തൊരുക്കി. മസാലക്കൂട്ടുകൾ തയ്യാറാക്കി. കോഴിയിറച്ചിയും അരിയും വേവിച്ചെടുത്തു. പാകത്തിന് ദം വേണം. ചെമ്പ് മൂടിയിട്ടു. ഉച്ചയ്ക്ക് ചെമ്പ് പൊട്ടിച്ചതോടെ സ്കൂളിൽ പരന്നു രുചികരമായ കുഴിമന്തിയുടെ മനം മയക്കും മണം. പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ കുഴിമന്തി കഴിച്ച വിദ്യാർത്ഥികളുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. നല്ല രസമുള്ള മന്തിയാണ്. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം മുതൽ വെറൈറ്റികൾ ഉണ്ടാകുന്നുണ്ട്. എഗ് ഫ്രൈഡ് റൈസ്, മുട്ടക്കറി, ചിക്കൻ കറി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞോളം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞോളത്തേനെക്കാട്ടിയും അധികം ഇപ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. മന്തി നല്ല രസമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെയും കാട്ടി ഈ വർഷം നമുക്ക് എഗ് ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, മുട്ടക്കറി എല്ലാം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചിക്കൻ കറി നല്ല വില, ഇപ്പോൾ 3 ആഴ്ചയിൽ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി ഈ പദവി കൊണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കഴിഞ്ഞതിലും കാട്ടി നല്ല നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. അടിപൊളി. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആക്കാൻ ഇതല്ലേ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെല്ലാം താങ്ക് യു. അടിപൊളി ഭക്ഷണമാണ്. ഞങ്ങൾ സ്കൂളിൽ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കുന്നുണ്ട്. ഒരു കൂട്ടം ഫ്രൈഡ് റൈസ് ആക്കി, ഇടക്കിടക്ക് ചിക്കൻ കറി ആക്കും, പായസലാക്കുന്നുണ്ട്. ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യ സ്കൂളിൽ ഒരുക്കി നൽകിയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രൈഡ് റൈസ് ആയിരുന്നു സ്പെഷ്യൽ. സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് കുഴിമന്തി തയ്യാറാക്കാൻ തീരുമാനിച്ചതോടെ PTA, മദർ PTA, SMC കമ്മിറ്റികളെല്ലാം ഒരുമിച്ചു. 70 കിലോ കോഴിയിറച്ചിയും 80 കിലോ അരിയും ഉപയോഗിച്ച് 600ഓളം പേർക്കാണ് കുഴിമന്തി തയ്യാറാക്കി വിളമ്പിയത്. ചിക്കൻ മന്തി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് വെച്ചാൽ കുട്ടികളുടെ ഭക്ഷണ മെനു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇപ്പോൾ പുതിയ ഒരു മെനുവാണ് വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിനകത്തും PTA കമ്മിറ്റി, അതുപോലെ തന്നെ SMC, മദർ PTA ഉൾപ്പെടെയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടി അതുപോലെ തന്നെ ആ രീതിയിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓണം സംബന്ധിച്ചിടത്ത് ആ സമയത്തെല്ലാം നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യ ഉൾപ്പെടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ദിവസം ഇങ്ങനൊരു വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് MPTA, SMC, PTA അംഗങ്ങളും നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും പാചകത്തൊഴിലാളികളും എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഇന്ന് ഇങ്ങനൊരു ചിക്കൻ മന്തി കൊടുക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനൊരു ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ നമ്മളുടെ സ്കൂളിൽ കിച്ചൺ സജീവമായി. എല്ലാ PTA കമ്മിറ്റി മെമ്പറും സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ജോലി എല്ലാം ഇങ്ങനെ കൂലി ജോലിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് PTA കമ്മിറ്റി മെമ്പർമാർ. അവരിൽ ഇന്നത്തെ ജോലി മാറ്റി വെച്ചുകൊണ്ട് സ്കൂളിൽ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാം പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. PTA വൈസ് പ്രസിഡന്റ് ഷഫീഖിന്റെയും ഭാര്യ സുനീറയുടെയും മേൽനോട്ടത്തിലായിരുന്നു പാചകം. 450 വിദ്യാർത്ഥികളും 24 അധ്യാപകരും 4 അനധ്യാപകരുമാണ് സ്കൂളിലുള്ളത്. സർക്കാരിന്റെ പുതിയ സ്കൂൾ മെനുവിനൊപ്പം ഉച്ചഭക്ഷണത്തിലെ രുചി വൈവിധ്യം തുടരാനാണ് കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തീരുമാനം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം